ഇന്ന് നല്ലൊരു നേന്ത്രപ്പഴ പ്രഥമൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 നേന്ത്രപ്പഴം ഏതാണ്ട് 350 ഗ്രാം ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുത്ത ശേഷം മിക്സിയിൽ അടിച്ചെടുത്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു 200 ഗ്രാമോളം ശർക്കര, 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഉരുക്കിയെടുത്ത ശേഷം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പായസം റെഡിയാക്കാനായിട്ട് ഉരുളിയിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നെയ്യിൽ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് വറുത്തെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ആ നെയ്യിലേക്ക് തന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പും നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ആ ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പഴം ഒരു 3 മിനിറ്റ് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ വരട്ടിയെടുക്കണം. നമ്മുടെ പായസത്തിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇതുപോലെ വരട്ടിയെടുത്ത ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ചേർക്കാവൂ. ഒരു ചെറിയ തേങ്ങ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1-ാം പാലും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2-ാം പാലുമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 2-ാം പാൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ നമുക്കിനി 1-ാം പാല് ചേർക്കാം. 1-ാം പാല് ചേർക്കുമ്പോൾ ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളയ്ക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കശുവണ്ടിപ്പരിപ്പും കൂടെ ചേർക്കാം. ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ വേണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ. എല്ലാം കൂടെ ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ പഴം പ്രഥമൻ റെഡിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.